തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ള സഹോദരങ്ങളെ, സമരിയാക്കാരിയുമായിട്ട് ഈശോയുടെ ദീർഘമായൊരു സംഭാഷണത്തെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കും. നിത്യജീവനെക്കുറിച്ചും ജീവജലത്തെക്കുറിച്ചുമൊക്കെ ഈശോ അവളോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ അവൾ ഒത്തിരി ആവേശത്തോടെ പറയും, ഗുരു, ജീവൻ്റെ ജലം നീ എനിക്ക് തരിക, പിന്നീട് ഒരിക്കലും ഞാൻ വെള്ളം കോരാൻ വരേണ്ടതില്ലല്ലോ എന്ന്. ഈശോ അവളോട് പറയും, നീ വീട്ടിൽ പോയി നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. അവൾ പറയും, എനിക്ക് ഭർത്താവില്ല. ഈശോ അവളോട് പറയുന്നു, നീ പറഞ്ഞത് സത്യമാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോഴുള്ളവൻ നിൻ്റെ ഭർത്താവല്ല എന്ന്. ഇതിനുശേഷം ഈ സ്ത്രീ തന്നെക്കുറിച്ച് യേശുവിനെക്കുറിച്ചും നഗരത്തിലുള്ള ജനത്തോട് ചെന്ന് പറയുക, എന്നെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിനെന്ന. എന്തായിരുന്നു യേശു അവളെക്കുറിച്ച് പറഞ്ഞത്? അവൾ ചെയ്ത തിന്മകളെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. അവളുടെ ജീവിതത്തിലെ ചില പോരായ്മകളെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. 5 ഭർത്താക്കന്മാരെ കൂടെ കൊണ്ടു നടന്ന ഒരു സ്ത്രീ 6ാമതൊരാളുമായിട്ട് ജീവിക്കുമ്പോൾ അവളുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുക കൂടിയാണ് ഈശോ ചെയ്തത്. എന്നാൽ ഈശോയുടെ ഒരു രീതി ഉണ്ടായിരുന്നു. വളരെ സ്നേഹത്തോടെ അവൻ അവളെ തിരുത്തി. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ കാണും, 3 പ്രാവശ്യം ഈശോയെ തള്ളിപ്പറഞ്ഞിട്ട് വന്നു നിൽക്കുന്ന പത്രോസിൻ്റെ അടുത്ത് വന്നു നിന്നിട്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് 3 പ്രാവശ്യം ചോദിക്കുന്ന ഈശോ. ഇതൊരു പ്രതീകമായിട്ട് എടുക്കാമെങ്കിൽ ഇത്രയും സ്നേഹത്തോടു കൂടെ തിരുത്തുന്ന ഒരു ഗുരുവിനെ നിഷേധിച്ചിട്ട് എങ്ങനെ പത്രോസിന് പോകാനാവും? ഒരിക്കൽ മാരകമായ രോഗത്തിന് അടിപ്പെട്ട് ഭർത്താവിൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് ഭാര്യ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കണം, ഞാൻ മരിച്ചു കഴിഞ്ഞാലെങ്കിലും നിങ്ങൾ മദ്യപാനം നിർത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞാൻ മരിച്ചതിന് ശേഷം ആകാശത്തിൽ ഒരു നക്ഷത്രമായിട്ട് ഞാനുണ്ടാവും. ഈ സ്ത്രീ മരിക്കുമ്പോൾ അന്ന് രാത്രിയിൽ ഈ മനുഷ്യൻ ആകാശത്തേക്ക് നോക്കി. മറ്റെല്ലാ നക്ഷത്രങ്ങളോടുമൊപ്പം ഒരു നക്ഷത്രത്തിന് അദ്ദേഹം എന്തോ പ്രത്യേകത കണ്ടു. അത് തൻ്റെ ഭാര്യയാണെന്ന് അദ്ദേഹം വിശ്വസിക്കാൻ തുടങ്ങി. അന്ന് മുതൽ ആ മനുഷ്യൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുള്ളവനായി. ആരെയും തിരുത്താൻ ഒരല്പം സ്നേഹം മാത്രം മതി. സമരിയാക്കാരെ തിരുത്തിയ ക്രിസ്തുവിനെ പോലെ, പത്രോസിനെ തിരുത്തിയ ക്രിസ്തുവിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ ആർദ്രതയുള്ള തിരുത്തലുകൾക്ക് വെളിപ്പെടുത്തലുകൾ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നുറുങ്ങുവെട്ടം.